ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സിത്താര. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മാസം തികയാതുള്ള പ്രസവത്തിനും നിങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, അതായത് പ്രീ ടേം ലേബറിന് സാധ്യതയുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം. ഗർഭകാലം എന്ന് പറയുന്നത് 9 മാസവും 7 ദിവസവുമാണ്. ഗർഭകാലം കണക്ക് കൂട്ടുന്നത് അവസാനമായി ആർത്തവമായ ദിവസം മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് 37 ആഴ്ച കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് പ്രസവം നടക്കുകയാണെങ്കിൽ അതിനെയാണ് മാസം തികയാതുള്ള പ്രസവം എന്ന് പറയുന്നത്. ചില ആൾക്കാർക്കുള്ള സംശയമാണ്, ഡേറ്റ് ആകുന്നതിന് മുമ്പ് നടക്കുന്ന പ്രസവം എല്ലാം മാസം തികയാതുള്ള പ്രസവമാണോ? അല്ല, 37 ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് നടക്കുന്ന പ്രസവം മാസം തികഞ്ഞ പ്രസവം തന്നെയാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇനി മാസം തികയാനുള്ള പ്രസവത്തിനുള്ള സാധ്യത എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്? നോർമലായിട്ട് ഒരു ഗർഭിണി അല്ലാത്ത സ്ത്രീയുടെ സെർവിക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 4 to 5 സെന്റിമീറ്റർ ആണ്. ഒരു ഗർഭിണിയുടെ ആവറേജ് സെർവിക്കൽ ലെങ്ത് 3.5 സെന്റിമീറ്റർ ആണ്. ഗർഭിണിയുടെ സെർവിക്കൽ ലെങ്ത് 2.2 സെന്റിമീറ്ററിനേക്കാൾ കുറവാണെങ്കിൽ അവർക്ക് മാസം തികയാതുള്ള പ്രസവത്തിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് തന്നെയാണ് എടുക്കേണ്ടത്. ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയാണ്, നോർമൽ ഡെലിവറി നടക്കണം, അതുകൊണ്ട് ഞാൻ നടക്കണം, ഡോക്ടർ എന്നോട് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ബെഡ് റെസ്റ്റ് എനിക്ക് സുഖപ്രസവത്തിന് സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ നടക്കുക. ഒരിക്കലും നിങ്ങളുടെ സെർവിക്കൽ ലെങ്ത് കുറവാണെങ്കിൽ നിങ്ങൾ നടക്കരുത്, ബെഡ് റെസ്റ്റ് തന്നെയാണ് എടുക്കേണ്ടത്. ഇനി 3.5 സെന്റിമീറ്റർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയൊന്നും പ്രശ്നമല്ല, പക്ഷേ അത് വളരെ കുറവാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കണം. കാരണം മാസം തികയാതുള്ള പ്രസവത്തിന് വളരെ സാധ്യതയുണ്ട് നിങ്ങൾക്ക്. ഇനി 37 ആഴ്ച ആകുന്നതിന് മുമ്പേ നിങ്ങളുടെ ഗർഭപാത്രം തുറന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മാസം തികയാതുള്ള പ്രസവത്തിന് സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഡോക്ടർ നിങ്ങളോട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറയും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ എന്ന കാര്യത്തിനല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് കൃത്യമായ മാസമൊക്കെ തികഞ്ഞ് കുഞ്ഞിൻ്റെ വളർച്ച പൂർണ്ണമായതിനു ശേഷം കുഞ്ഞ് ജനിക്കുക എന്ന കാര്യത്തിലാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ബ്ലീഡിങ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുക, അതായത് അമ്നോട്ടിക് ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡ് പൊട്ടിപ്പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ വെള്ളപ്പൊക്ക് വരുന്ന കണ്ടീഷൻ. വെള്ളം പോയി എന്നൊക്കെ പറയും. അപ്പോൾ ആ കുഞ്ഞ് കിടക്കുന്ന ഫ്ലൂയിഡാണ്. അപ്പോൾ അത് പൊട്ടിപ്പോയി എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്തേക്ക് പോവുക. നിങ്ങൾ ഏത് ഹോസ്പിറ്റലാണോ കൺസിഡർ ചെയ്യുന്നത് അവിടേക്ക് പോവുക. കാരണം നിങ്ങളുടെ ഡെലിവറി അടുത്തു എന്നാണ് ഈ ഒരു ലക്ഷണം കൊണ്ട് കാണിക്കുന്നത്. അതുപോലെ ബ്ലീഡിങ്ങും. ഇനി ബ്ലീഡിങ് നിങ്ങൾക്ക് അടുത്ത മാസങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. പിന്നീട് ബ്ലീഡിങ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നടന്നൊക്കെ തുടങ്ങുക. ഇതൊക്കെ ഇതിന് മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ 37 ആഴ്ച കംപ്ലീറ്റ് ആയി, പക്ഷെ നിങ്ങൾക്ക് സെർവിക്കൽ ലെങ്ത് കുറവാണ്. 37 ആഴ്ച കംപ്ലീറ്റ് ആയി, ഇനി ഞാൻ നടക്കാം അങ്ങനെയൊന്നും ചെയ്തിട്ടോ, അതും കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ബെഡ് റെസ്റ്റ് കണ്ടിന്യൂ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വേറെ ആരോടും ചോദിക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾ ഏത് ഡോക്ടറെയാണോ കൺസൾട്ട് ചെയ്യുന്നത് അവരോട് തന്നെ ചോദിക്കുക. പിന്നെ വളരെ സംശയമാണ് കുഞ്ഞിൻ്റെ പൊസിഷൻ, അതായത് പ്രസൻറ്റേഷൻ, സിഫാലിക് പ്രസൻറ്റേഷൻ, അതായത് കുഞ്ഞിൻ്റെ തല താഴെ എത്തിയിട്ടുണ്ട്, ഇനി അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡെലിവറി നടക്കാൻ സാധ്യതയുണ്ടോ, അതായത് മാസം തികയാതുള്ള പ്രസവത്തിന് സാധ്യതയുണ്ടോ? സിഫാലിക് പ്രസൻറ്റേഷൻ ആയി എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മാസം തികയാതുള്ള പ്രസവത്തിന് സാധ്യതയില്ല. പകരം ഗർഭപാത്രം തുറന്നു, സെർവിക്കൽ ലെങ്ത് കുറവാണ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. ഒരുപാട് പേർക്ക് സംശയമാണ്, സെർവിക്കൽ ലെങ്ത് അല്ല, കുഞ്ഞ് സിഫാലിക് പ്രസൻറ്റേഷൻ ആയി, ഇനി ആ പ്രസൻറ്റേഷൻ മാറാൻ സാധ്യതയുണ്ടോ, അതായത് കുഞ്ഞിന് തല ഇനി മേലോട്ട് വരാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ വെച്ചാൽ ഉണ്ട്, ഇല്ല വെച്ചാൽ ഇല്ല. കാരണം സാധ്യതയുണ്ട്, പക്ഷെ അങ്ങനെ എല്ലാ കേസുകളും സംഭവിക്കാറൊന്നുമില്ല. ചില റെയർ കേസുകളെ സംഭവിക്കാറുള്ളൂ. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂട്ടരുത്. നിങ്ങൾ ഒരുപാട് ചിന്തിച്ചിട്ട് നിങ്ങൾ ആകെ പാനിക്കാവും, നിങ്ങൾ ആകെ ടെൻഷനാവും. ഇങ്ങനെ ടെൻഷനായി നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ വരെ ബാധിക്കും. അതുകൊണ്ട് ഒരുപാട് ചിന്തിച്ചൊന്നും കൂട്ടണം. നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഗർഭിണി ശ്രമിക്കുക. ഒരുപാട് കാലമായി ചിന്തിച്ച് നിങ്ങൾക്ക് പ്രശ്നങ്ങളുള്ള പോലെ തന്നെയാണ് തോന്നുക. അതുപോലെ തന്നെ സിഫാലിക് പ്രസൻറ്റേഷൻ 2ാമത്തെ ട്രൈമസ്റ്ററിൽ തന്നെ ആയി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഡെലിവറി നടക്കുന്നില്ല. ഒരുപാട് പേർക്ക് സംശയമാണ്, അതാണ് എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ റിക്വസ്റ്റ് ചെയ്ത ആൾക്കും പിന്നെ ഇതേ സംശയമുള്ള ഒരുപാട് പേർക്കും നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെയോ മെയിലിലൂടെയോ ചോദിക്കാം. എൻ്റെ മെയിൽ ഐ ഡി ഞാൻ എബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കമൻറ്റിനും മെയിലുകൾക്കും തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ്. റമദാൻ മാസം ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോകുന്നുണ്ട്. എന്നാൽ പോലും ഒരിക്കലും റിപ്ലൈ തരാൻ തിരിക്കില്ല ഞാൻ. തീർച്ചയായിട്ടും റിപ്ലൈ ഉള്ള സമയം ഞാൻ കണ്ടെത്തുന്നതാണ്.
പിന്നെ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് പേര് ഡോക്ടർ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം എൻ്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടല്ലോ. ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഒരാൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. എന്നാൽ മാത്രമേ എനിക്ക് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി മുതൽ എല്ലാ ബുധനാഴ്ചകളിലുമായിരിക്കും രാവിലെ 9:32 നമ്മുടെ പ്രഗ്നൻസി ടിപ്സിൻ്റെയും ബേബി കെയർ ടിപ്സിൻ്റെയും ഒക്കെ വീഡിയോസ് വരിക. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ചൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യും. ഇപ്പോൾ എനിക്ക് കുറച്ച് പ്രഗ്നൻസി ടിപ്സിൻ്റെ വീഡിയോസാണ് ചെയ്യാനുള്ളത്. അതാണ് കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആൾക്കാർ റിക്വസ്റ്റിനനുസരിച്ച് അതിൻ്റെ ടിപ്സ് വീഡിയോസ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് കേട്ടോ, എല്ലാവർക്കും ഇല്ല, എപ്പോഴെങ്കിലും അങ്ങനെയുള്ള വീഡിയോസ് ഞാൻ ബാക്കിയുള്ള ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മുടെ ടിപ്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ ബുധനാഴ്ച ദിവസമായിരിക്കും അപ്ലോഡ് ചെയ്യുക. എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പഴയതുപോലെ. പക്ഷേ കുറച്ച് ലാഗ് ഉണ്ടാവും അങ്ങനെ ആവാൻ. റിപ്ലൈ ഒക്കെ നിങ്ങൾക്ക് തരാം കേട്ടോ എല്ലാവർക്കും. താങ്ക് യു. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളും സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മെയിൽ അയക്കുകയൊക്കെ ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ ബട്ടൻ്റെ ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യണം. അതിൽ ആങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതേ സമയത്ത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.